Watch full episodes on Jio Hotstar. ഫുർഫുറി നഗരവാസികൾക്ക് പിങ്കി പാങ്കി പോങ്കിയുടെ ഹലോ നമസ്കാരം. നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടൽ അത്രയ്ക്ക് നല്ല രസകരമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നു മുതൽ ഫുർഫുറി നഗരത്തിന്റെ ഉടമസ്ഥർ ഞങ്ങൾ 3 പേർ മാത്രമാണ്. ഇന്നു മുതൽ എന്നല്ല, ഇപ്പോൾ മുതൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. നിങ്ങൾ ഈ നഗരത്തിന്റെ ഉടമസ്ഥരാകാൻ പറ്റില്ല. ഞങ്ങൾ ആരും നിങ്ങളെ അനുസരിക്കില്ല, മനസ്സിലായോ? ആരും അനുസരിക്കില്ല. ഓക്കേ, യുവർ വിഷ്. അനുസരിക്കട്ട. ഇനി പറയ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കും ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു. ഇനി ആരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ വരാൻ പോകുന്നത്? അവർ കൈപൊക്കുക. കൈവക്കരുത്. കാൽ ഉയർത്തിയിട്ട് കാര്യമില്ല. പ്ലീസ് റേസ് യുവർ ഹാൻഡ്. അയ്യോ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണേ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൈവശം വച്ചിരിക്കുന്ന കാശും പണവും സ്വർണവും എല്ലാം ഞങ്ങളുടെ മുൻപിൽ എത്തിക്കേണ്ടതാണ്. പിന്നെ ഞങ്ങൾക്ക് ആ വിലപിടിപ്പുള്ള ഡയമണ്ട് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഏത് ബാങ്കിലാണത്? എനിക്കറിയാം. ഓഹോ, നിനക്കറിയാല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അത് എടുത്തോണ്ട് എന്റെ അടുത്തോട്ട് വാ. അതുമാത്രമല്ല, എല്ലാ ബാങ്കിലെയും പണം എടുത്തോണ്ട് എന്റെ അടുത്തേക്ക് വാ. കാരണം അതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? എനിക്ക് മാത്രം. രക്ഷിക്കൂ. ഭക്ഷണം. പൊളിക്കടത്തല്ല. ഓ മോട്ടു, എന്റെ ചങ്ക എണീക്കോ. മോട്ടു എണീക്കോ. പത്തുലു എഴുന്നേറ്റ്. ഞാൻ സ്വപ്നം വല്ലോ കാണുവാണോ? എന്റെ സ്വപ്നത്തില് ഞാൻ തന്നെ എന്നെ കാണാൻ വരുമായിരുന്നു. എന്റെ കൂടെ നീ ഉണ്ടായിരുന്നു എന്നെ കാണാൻ. ഇതെന്താ? ഇതെങ്ങനെ സംഭവിച്ചേ? ഇനിയിപ്പൊ ഞാൻ സ്വപ്നം കാണുകയാണോ? മോട്ടു പത്ലു, ഇത് സ്വപ്നല്ലട്ടാ. ഇത് ഞങ്ങളാണ്, കസിറ്റാറാമും ഡോക്ടർ ജഡ്കയും. അതെ എന്റെ ചങ്കുകളെ, ഞങ്ങള് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നേ? ഓ എന്റെ ചങ്കുകളെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ഫുർഫുറി നഗരത്തെ പിന്നെ ആരാ രക്ഷിക്കുക? ഇതാ, ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ചെറുതാകും. ചെറുതായി പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഇതാ, ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ രൂപത്തിലാകും ചങ്കുകളെ. എന്റെ വല്യേട്ടാ, കൂട്ടുകാരെന്ന് വെച്ചാ നിങ്ങളെ പോലെ വേണം വല്യേട്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ വരെ തരുന്നതാണ്. എന്റെ കയ്യിലുള്ളത് മുഴുവൻ തരും. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, എന്റെ പൊന്നു മോട്ടു, നീ എന്നെയും കൂടെ പറഞ്ഞ് വിഷമിപ്പിച്ചല്ലോ. കഷ്ടം. ഈ സമയം ഇങ്ങനെ വിഷമിച്ചിരിക്കാനുള്ള സമയമല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു പോകണം. അവിടെ ചിങ്കൻ സാറിന്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്കുള്ള സൂപ്പർ പവറുള്ള ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആ ഡ്രസ്സ് ധരിച്ച് ആ 3 പേരെയും തോൽപ്പിക്കണം. അതിനുള്ള ശക്തി നിങ്ങൾക്ക് ആ ഡ്രസ്സിൽ നിന്ന് ലഭിക്കും. എന്നിട്ട് ആ പിങ്കി പാങ്കി പോങ്കിയുടെ അഹങ്കാരം ഒന്ന് തീർത്തു കൊടുക്ക്. പക്ഷേ വലിയേട്ടാ, നിങ്ങൾ എന്താ ഞങ്ങളുടെ കൂടെ വരാത്തത്? ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇപ്പൊ അത് സാധ്യമല്ല. നിങ്ങളെ രണ്ടുപേരെ ഇവിടെ കണ്ടില്ലെങ്കിൽ അവര് കൂടുതൽ അലർട്ട് ആവില്ലേ? അവര് നിങ്ങളെ അന്വേഷിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് തയ്യാറാവാനുള്ള സമയം കിട്ടുകയില്ല. ഞാനും കസീട്ടാറാമും മോട്ടുവും പത്രവുമായി ഇവിടെ തന്നെ ഇരുന്നോളാം. അവര് വിചാരിച്ചോട്ടെ നിങ്ങള് രണ്ടുപേരും ഇവിടെ കിടക്കുന്നതെന്ന്. ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ പ്ലാൻ എന്തായാലും കലക്കിയിട്ടുണ്ട്. മോട്ടു വാ, നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. താങ്ക് യു ഡോക്ടർ ജഡ്ക. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. താങ്ക് യു കൂട്ടുകാരെ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കേ, ഇനി നമുക്ക് ഇവിടുന്ന്
രക്ഷപ്പെടാൻ കേട്ടോ. എന്റെ അമ്മോ മോട്ടുപത്ലു, നിങ്ങൾ വേഗം ഈ മരുന്ന് കഴിക്കൂ 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 കഴിക്കൂ. ഇനി നമ്മൾ ആവുന്നതാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ലല്ലോ. വിഷമിക്കണ്ട വിഷമിക്കണ്ട, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഈ സൂട്ട് ഇട്ടോളൂ. ഹായ്, കൊള്ളാം. ശരി ശരി. ഹായ്, ഹായ്. ഫിറ്റല്ലേ? പക്ഷേ എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. പമ്പിങ് തുടങ്ങാൻ പോവാണ്. ഇനി മോട്ടോന് വലിയേട്ടന് കണ്ടുപിടുത്തമൊക്കെ ഭയങ്കര അടിപൊളി തന്നെ അല്ലേ? ഈ സൂട്ട് ഇട്ടതിന് ശേഷം നമ്മൾ രണ്ടുപേരെയും കാണാൻ ഒരു സൂപ്പർമാനെ പോലെ ഉണ്ടല്ലേ പത്ലു? ആ ഗുളിക കഴിച്ചതിന് ശേഷം എനിക്ക് ആ സൂപ്പർ ഹീറോയുടെ പവർ ഫീൽ ചെയ്യുന്നുണ്ട് പത്ലു. ഒരു വല്ലാത്തൊരു സുഖം തന്നെയാണ് എനിക്കിപ്പോൾ. പത്തുലു, എന്റെ പവർ കണ്ടോ? എന്റെ പവർ കണ്ടോ? ഇപ്പോഴെനിക്ക് പറക്കാനും പറ്റുന്നുണ്ട്. പത്തുലു, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ഈ സൂട്ട് ഇട്ടതിന് ശേഷം പറക്കാനും പറ്റുന്നുണ്ട്. ഇനി ലാൻഡ് ചെയ്യാനുള്ള പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി. എന്റെ മോട്ടു, നീ അവിടുന്ന് താഴേക്ക് പറഞ്ഞൊന്നും അല്ല. നീ തലയും കുത്തി താഴേക്ക് ഇറങ്ങിയതാ. അതൊരു പവറും കിവറൊന്നും അല്ല. നിന്റെ സൂട്ടിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നീ താഴേക്ക് വീണത്. ദേ കണ്ടില്ലേ? എന്ത്? എന്റെ സൂട്ട് പഞ്ചറായി പോയെന്നോ? ഓ, കുഴപ്പമില്ലെന്നേ. നമ്മൾ സൂപ്പർ പവർ കിട്ടാനുള്ള ഗുളിക കഴിച്ചിട്ടുള്ളതല്ലേ. അതിന്റെ പവർ എന്തായാലും ഇല്ലാതിരിക്കില്ലല്ലോ. ഞാൻ ആ പാറയൊന്ന് പൊട്ടിച്ചിട്ട് വന്നേക്കാം. പവർ വന്നില്ലല്ലോ പത്ലു, പവർ വന്നില്ലല്ലോ. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്കട മരുന്നും സൂട്ടും രണ്ടും പ്രയോജനപ്പെടുന്നില്ലല്ലോ. വലിയ വാചകടിക്കൊന്നും ഒരു കുറവില്ല. പക്ഷെ പ്രവർത്തനമാണെങ്കിൽ തീരെ ഇല്ല 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 ഇല്ല. അല്ല ചിങ്ങം സാറേ, നിങ്ങൾ ഏത് പർവ്വതം പൊട്ടിച്ചെന്നാ പറയുന്നത്? പത്ലു, നിനക്ക് വല്ലതും അറിയാവോ? ആ, അറിയാം. ഇനി നമ്മളൊരു കാര്യം ചെയ്തേ മതിയാകൂ. അവരോട് ജയിക്കാൻ വേണ്ടിട്ട് നമ്മൾ പുതിയ പ്ലാൻ എന്തെങ്കിലും കണ്ടെത്തണം. സൂപ്പർ പവർ കൈവരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് വലിയ പവറുകൾ നമ്മൾ കൈക്കലാക്കണം. ഗുഡ് മോർണിംഗ് മോട്ടു പത്ലു. നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പറയൂ, ഞങ്ങളോട് ക്ഷമാപണം ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ കൂടുന്നോ, അതോ ഈ ജയിലിൽ തന്നെ കിടക്കുന്നോ? ഇല്ല, ഞങ്ങൾ നിങ്ങളോട് ഒരിക്കലും സഹകരിക്കില്ല. അതൊരിക്കലും നടക്കൂല. അതെ അതെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഒരിക്കലും സഹകരിക്കില്ല. നിങ്ങൾ സഹകരിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണെന്നറിയാം. പക്ഷെ നല്ല സുഹൃത്ത് ബന്ധത്തിന് നടുക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവും. ഞങ്ങൾക്ക് യാതൊരു വീക്ക്നെസ്സും ഇല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടർ ജഡ്കയും ഗസിത്താറാമും നിന്റെ ഫ്രണ്ട്സ് ആണെന്ന്. ഈ വടി നീ കണ്ടോ? ഈ വടി കൊണ്ട് ഞാൻ അവരെ രണ്ടുപേരെയും അടിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും ഞാനത് നിർത്തില്ല. അടികൊള്ളുന്നത് അവര്, പക്ഷെ അതിന്റെ അനുഭവം നിങ്ങൾക്കായിരിക്കും. ഈ വടി കൊണ്ടടിക്കും, അതുവരെ ഞാൻ അടിക്കും. നിങ്ങൾ ഞങ്ങളുടെ പക്ഷത്ത് ചേരുന്നത് വരെ. മനസ്സിലാകുന്നുണ്ടോ? പാൻകേക്ക്, ഇനി നമ്മളെ പിടിക്കാൻ പറ്റില്ല. മോട്ടു പത്ലു, നിങ്ങൾ എന്തായാലും വല്ലാത്തവന്മാരാണല്ലോ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ പിന്നെയും വന്നോ? നിങ്ങൾ ഏതെല്ലാം തരത്തിൽ ഞങ്ങളെ നേരിടാൻ നോക്കി, പക്ഷെ എല്ലായിടത്തും നിങ്ങൾ തോറ്റു.
വല്ല പുതിയ അടവുമായി എന്ത് വന്നിരിക്കുകയാണ്. ചെയ്യാനാ? മോട്ടു പത്ലുവിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ. ഞങ്ങൾ ഒരിക്കലും തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല ഞങ്ങള്. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് നിങ്ങളുടെ അകത്ത് സൂപ്പർ പവർ ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഞങ്ങൾ എല്ലാവരും മനുഷ്യന്മാരാണല്ലോ, അതുകൊണ്ട് ഞങ്ങള് നിങ്ങളുടെ 3 പേരുടെയും ഇന്നർ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. നിങ്ങൾ 3 പേരും ഞങ്ങളുടെ പവർ ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? എങ്കിൽ വാ, നമുക്ക് കാണാം. ഫയർ! What is this? മേഡം, ഇതിനെയാണ് സ്ലിപ്പ് ബോംബ് എന്ന് പറയുന്നത്. ആ, ഇത് നിങ്ങൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ മങ്ങിപ്പോകും, പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കെല്ലാം മങ്ങലായിട്ടാ കാണുന്നത്. എനിക്ക് മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. പിങ്കി, പോങ്കി, കണ്ണുകൾ അടച്ചു പിടിക്കാൻ പാടില്ല. മോട്ടു പത്ലു, ഇതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ബാങ്കി, മോട്ടു പത്ലുവിന്റെ ഏറ്റുമുട്ടലിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. കാണിക്ക് നിന്റെ പവേഴ്സ് ഒക്കെ. അല്ല, നിനക്ക് നേരെ വണ്ണം നിൽക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. പരിശ്രമിക്കൂ, നിനക്ക് വേണ്ടത്ര പരിശ്രമിച്ചോളൂ. മോട്ടു പത്ലു, ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. വരൂ, നമുക്ക് അവന്റെ പുറകിൽ പോവാം. വരൂ. പാങ്കി, നീ എവിടേക്കാ ഓടുന്നത്? ഓരോരുത്തർക്കും ഓരോ ദിവസമുണ്ട്. ഇന്നലെ നിന്റെ ദിവസമായിരുന്നു, ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്. ഇന്ന് 3-നെയും ഞങ്ങൾ വിടില്ല, ഒരിക്കലും വിടില്ല. ഓടിക്കോ, എവിടേക്കാ ഓടാൻ പറ്റാന്ന് വെച്ചാ ഓടിക്കോ. മോട്ടു, ഫയർ ചെയ്യേ. ഓ, എന്റെ ചങ്ക്, എന്റെ ബ്രോ, പത്ലുവിന്റെ ഐഡിയ വർക്കൗട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. മോട്ടുപത്രം ശരിക്കും ഒരു അത്ഭുതം തന്നെ സൃഷ്ടിച്ചു. ഇവരാണ് നമ്മുടെ ഈ നഗരത്തിന്റെ സേവിയർ. മോട്ടു പത്ലു, നിങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു ശക്തിയെക്കാളും ബുദ്ധിയാണ് വലുതെന്ന്. കൊള്ളാം, കൊള്ളാം. താങ്ക് യു ബോക്സർ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മോട്ടു, ഇതിന് യാതൊരു സംശയവുമില്ല. അതായത് നിങ്ങൾ ഇന്ന് വളരെ ധൈര്യത്തോടെ ഈ ജോലി ചെയ്തു തീർത്തിരിക്കുന്നു. വെൽ ഡൺ. വിജയിക്കട്ടെ, വിജയിക്കട്ടെ, വിജയിക്കട്ടെ. പൊളിച്ചെടുത്തല്ലോ. അതെ, ഇവർക്ക് 3 പേർക്കും ബോധം വരുന്നുണ്ടെന്നാ തോന്നുന്നേ. അവര് ചെയിന് പൊട്ടിക്കാതെ നോക്കിക്കൊള്ളാം. അതെന്തായാലും നടക്കില്ല ചങ്കെ. ഇത് ഞാൻ സ്പെഷ്യൽ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക ഉണ്ടാക്കിയ സ്പെഷ്യൽ ചങ്ങലപ്പോ പൊട്ടിത്തെറിക്കുന്ന തോന്നുന്നത്. മോട്ടു പത്ലു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്ക്, സൈഡിലേക്ക് മാറി നിൽക്ക്.
എല്ലാരും ഇവിടുന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാവേ. ജീവ വേണമെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ, ഓടി. അല്ല, ഒന്ന് നിന്ന് എങ്ങോട്ടായി ഓടി പോണേ? അല്ല ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകുന്നേ. എവിടെ നേരെ ഓടി രക്ഷപ്പെടും? ഓടിക്കോ എന്റെ അമ്മോ, ചേട്ടാ. എവിടേക്കായി ഓടുന്നത്? വേണ്ട, വിടൂ വിടൂ. ഹലോ മോട്ടു പത്ലു, എവിടേക്കായി ഓടുന്നത്? ഈ കാണുന്ന കളികളൊക്കെ നിങ്ങൾ കാരണമല്ലേ നടക്കുന്നത്? പിങ്കി, ഇവന്മാരെ കൊണ്ടുപോ. ഹലോ മോട്ടു പത്ലു, നിങ്ങളുടെ ഈ പുതിയ കൂട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇനി ഞങ്ങൾ ഈ ലോകം പിടിച്ചടക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെയായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളല്ല ഹീറോസ്, ഞങ്ങളാണ് സൂപ്പർ ഹീറോസ് അല്ല, നിങ്ങൾ സൂപ്പർ വില്ലന്മാരാണ്. മര്യാദക്ക് പോയിക്കോ ഇവിടുന്ന്. എന്റെ തിളപ്പിനി മാറിയിട്ടില്ലല്ലേ? ഞങ്ങളുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുന്നത് വരെ നീ ഈ കൂട്ടിനകത്ത് തന്നെയായിരിക്കും. മനസ്സിലായോ? ഈ ക്യാപ്സൂൾ കൂട്ടിനകത്തായിരിക്കും നീ. എല്ലാവരും തന്നെ ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നവരാണ്. അംഗീകരിക്കാത്തവരൊക്കെ തന്നെ അതിന്റെ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ കൂട്ടിനകത്ത് കുറച്ചു നാൾ കിടക്ക്. ഇനി ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. മോട്ടും പത്രും കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. നമ്മളുടെ മനസ്സിനത്ര ബലം പോരാ. ആർക്കും വേണമെങ്കിൽ നമ്മളെ നിഷ്പ്രയാസം ജയിക്കാനാകും. അതുകൊണ്ട് നമ്മുടെ അകവും ഇതുപോലെ ശക്തിയാർജിക്കണം. പിങ്കി, പോക്കി, റെഡി? വരൂ, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലോകത്തില് സൂപ്പർ വില്ലൻ ഫ്രം മാർസ് ഒരു കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ രാജ്യമാണോ ഇവന് സഹായം നിഷേധിക്കുന്നത് അവരെയൊക്കെ ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ കാണൂ നശീകരണത്തിന്റെ കാഴ്ച. ലോകം മുഴുവനും നമ്മുടെ കൈകളിലായിരിക്കുന്നു. നമ്മൾ എവിടെയാണോ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കുന്നത് അവിടെ ഒരുത്തനും നമ്മളെ പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കരുത്. ഡയമണ്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ബോസേ, നല്ല തിളക്കമുള്ള ഡയമണ്ട്. വലിച്ചെടുക്ക. ജോൺ, ഗുഡ് വർക്ക്. താങ്ക് യു ബോസ്, താങ്ക് യു. ഇനി പോയി നോക്കൂ ആ മോട്ടും പത്രും എന്താണ് ചെയ്യുന്നതെന്ന്. അവന്മാരുടെ വിൽ പവർ നശിപ്പിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യേ. ശരി ബോസേ. നിൽക്കൂ ബോസ്, ഞാൻ വരുന്നു. ആ വിഡ്ഢികൾ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ബോംബ് നമ്മൾ നശിപ്പിക്കുമെന്ന്. വിവരം കെട്ടവന്മാർ. ഓ എന്റെ മക്കള്, ഇത് നിങ്ങൾ കുറങ്ങാനുള്ള സമയമാണ്. അങ്ങനെ തന്നെ വെക്കടാ വെടി. കൊള്ളാം, അടിപൊളി. ടൺ ടണ ടൺ. Hey, open the door.
പൊളിച്ചെടുത്തല്ല. ഈ വെടിക്കെട്ട് വെച്ചോണ്ട് ഇവരൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഫയർ ചെയ്തോളൂ. നിങ്ങൾക്ക് മോട്ടു 10 രൂപ വിടുവിക്കാൻ പറ്റില്ല. തോൽവി സമ്മതിക്ക്, എന്നിട്ട് നിങ്ങളുടെ തല താഴെ കുനിക്ക്. ഓ എന്റെ ചങ്ക്, ഇവർ കൊടുക്കുന്ന ശക്തിയാ കേട്ടോ. നിങ്ങൾക്ക് ഇത്ര ശക്തി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. എന്നോട് ക്ഷമിക്കുക. ഇനി നിങ്ങൾക്കെതിരെ ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ വരത്തില്ല. ഇത്തവണയെങ്കിലും ഒന്ന് ക്ഷമിക്കുക. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, പിങ്കി പാങ്കി പോങ്കി വിജയിക്കട്ടെ. പിങ്കി പാങ്കി പോങ്കി വിജയിക്കട്ടെ. Watch India's largest kids library only on Jio Hotstar. Download the app now.